السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. تلك الجنة التي نورث من عبادنا من كان تقيا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുക്കുന്നവരും അധ്വാനിക്കുന്നവരും നന്മകളിലൂടെ സഞ്ചരിക്കുന്നവരുമാണ്. ആ സ്വർഗം അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്വർഗവും നരകവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. أن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إن أحدكم إذا مات عرض عليه مقعده بالغداة والعشي. നിങ്ങളിൽ നിന്നൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അവൻ്റെ ഇരിപ്പിടം, അതായത് അവൻ്റെ വാസസ്ഥലം അവന് പ്രദർശിപ്പിക്കപ്പെടും, അവന് കാണിച്ചു കൊടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന. അവൻ സ്വർഗ്ഗക്കാരനാണെങ്കിൽ സ്വർഗ്ഗക്കാരിൽ നിന്നും, വ ഇൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ. ഇനി അവൻ നരകക്കാരിൽ നിന്നാണ് എങ്കിൽ നരകക്കാരിൽ നിന്നും അവന് പ്രദർശിപ്പിക്കപ്പെടുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നു. ഫയുഖാലു, എന്നിട്ട് അവനോട് പറയും, ഹാദാ മഖഅദുക, ഇതാണ് നിന്റെ ഇരിപ്പിടം, നിന്റെ വാസസ്ഥലം. ഹത്താ യബ്അസഖല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഖിയാമത്തു നാൾ വരെ, അല്ലെങ്കിൽ ഖിയാമത്തു നാളിൽ അള്ളാഹു നിനക്ക് നീ എഴുന്നേൽക്കുന്നത് വരേക്കും നിന്റെ ഇരിപ്പിടം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഇവിടെയാണ് എന്ന് സ്വർഗവും നരകവും കാണിച്ചു കൊടുത്ത് അതിൻ്റെ ആളുകളോട് പറഞ്ഞു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുകൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വ അഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് മോചനം തേടുകയും ചെയ്യുന്നു, രക്ഷ തേടുകയും ചെയ്യുന്നു എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന നേട്ടം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സഅലല്ലാഹുൽ ജന്നത 3 മററാത്തിൻ
ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു എന്ന്, അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ആവശ്യപ്പെടുന്നു എന്ന് റബ്ബിനോട് ചോദിച്ചാൽ, ഖാലത്തിൽ ജന്ന, സ്വർഗം പറയും അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹുവേ നീ അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമനിസ്തജാറ മിനൻ നാരി 3 മറാത്തിൻ, ഇനി ആരെങ്കിലും നരകത്തിൽ നിന്ന് 3 തവണ അള്ളാഹുവിനോട് മോചനം തേടിയാൽ, ഖാലത്തിന്നാർ, നരകം പറയും അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അള്ളാഹുവേ അവനെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് നരകം സംസാരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ വേണ്ടുള്ളൂ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന് 3 തവണ ദിവസവും പ്രാർത്ഥിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. സ്വർഗം നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, നരകം നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് സംസാരിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കഴിയാറുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കാൻ? എത്ര വേണം? 20 അല്ലെങ്കിൽ 10 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ 3 തവണ പ്രാർത്ഥിച്ച് തീരാവുന്നതേ ഉള്ളൂ ഈ പ്രാർത്ഥന. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ മറക്കാതെ കൊണ്ടു നടക്കാൻ, പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയലുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന ജീവിതത്തിൽ മുടങ്ങാതെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടതുണ്ട്. കാരണം സ്വർഗമെന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ എന്ന് പറയുന്നത് സങ്കല്പിക്കാനും ഇമേജിൻ ചെയ്യാനും വളരെയധികം കഴിവുള്ളവരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവനവൻ്റെ സങ്കല്പങ്ങളും അവനവൻ ഇമേജിൻ ചെയ്തെടുക്കുന്നതും വർഷങ്ങൾക്ക് ശേഷം അത് യാഥാർത്ഥ്യമായി സമൂഹത്തിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളായി നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. 2050 എങ്ങനെയായിരിക്കണമെന്നുള്ളത് അത് സ്വപ്നം കണ്ട് അതിനുവേണ്ടി അത് ഇമേജിൻ ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഏറ്റവും സുന്ദരമായി കൊണ്ട് സ്വപ്നം കാണാനും ഏറ്റവും സുന്ദരമായി കൊണ്ട് ഇമേജിൻ ചെയ്യാനും മനുഷ്യന് കഴിയുന്നുണ്ട് എങ്കിൽ അവൻ ഇമേജിൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് സ്വർഗത്തിലെ അനുഭൂതികളെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ ഇബാദിങ്ങൾക്ക്, എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത്? മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്നവരെ കണ്ടിട്ടില്ലാത്ത സുന്ദരമായ കാഴ്ചകൾ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന്. വല ഉദുനുൻ സമിഅത്, അവിടുന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ കേൾക്കുന്നുണ്ട്, എന്നാൽ അവൻ്റെ ചിന്തകളിൽ കൊണ്ടുവരാൻ കഴിയാത്ത, ഒരിക്കലും തനിക്ക് വർണ്ണിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം വർണ്ണനകൾ നിറഞ്ഞിട്ടുള്ള സ്വർഗം അത് എൻ്റെ ഇബാദിങ്ങൾക്ക് വേണ്ടി, അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന് പോലും ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്ത, ഒരു മനുഷ്യന് ഒരിക്കൽ പോലും ഇമേജിൻ ചെയ്യാൻ പോലും കഴിയാത്തത്ര സുഖലോലുപതയുടെ ആനന്ദത്തിൻ്റെ ഏറ്റവും നല്ല വൈബ് ഉൾക്കൊള്ളുന്ന ഒരു ലോകമാണ് സ്വർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് ഫഖറഉ ഇൻ ശിഅ്തും ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിലെ 63-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കലാമ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഫലാ തഅലമു നഫ്സുൻ, ഒരാൾക്കും തന്നെ, ഒരു മനുഷ്യനും തന്നെ അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ, കണ്ണഞ്ചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് സ്വർഗലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്ക് പോലും അറിയുകയില്ല. ഒരാൾക്ക് പോലും ചിന്തിച്ചെടുക്കാൻ പോലും കഴിയാത്ത അത്രക്കും സുന്ദരമായ ആനന്ദങ്ങൾ നിറഞ്ഞിട്ടുള്ള, ആഹ്ലാദങ്ങൾ നിറഞ്ഞിട്ടുള്ള, സന്തോഷം മാത്രം കളിയാടുന്ന ഒരു ലോകമാണ്, സെലിബ്രേഷൻ്റെ ഒരു ലോകമാണ് അത് സ്വർഗമെന്ന് പറയുന്നത് എന്ന്. ആ ലോകത്തിന് വേണ്ടി പലതും ത്യജിക്കാനും സഹിക്കാനും നീ ഇവിടെ തയ്യാറാകുകയാണ് എങ്കിൽ ആഹ്ലാദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി അവിടെ കഴിഞ്ഞുകൂടാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗം
സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സ്വപ്നം. ആ സ്വപ്നം കണ്ടുകൊണ്ട് അതിനു വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് മനുഷ്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഭൗതികമായ ബ്രഹ്മങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ സുന്ദരമായിട്ടുള്ളത് അതല്ല. ഈ ദുനിയാവിനേക്കാൾ, അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും നിനക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം നേടിയെടുക്കലാണ്. ഈ 50-60 കൊല്ലക്കാലത്തെ വളരെ നൈമിഷികമായിട്ടുള്ള നിന്റെ ഈ ജീവിതം കൊണ്ട് നീ നേടിയെടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ ലോകമെന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദ്രത്തിൽ കൈമുക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഈ വിരൽ തുമ്പിൽ എത്ര തുള്ളി വെള്ളം കൊള്ളുമോ അതാണ് ഈ ലോകമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതൊന്നും. ആ ഈ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ പ്രിയമുള്ളവരെ, ഈ ലോകം തുടങ്ങിയത് മുതൽ ഇത് അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ മണിക്കൂറുകളും കൂട്ടിവെച്ചാൽ അതിലെ ചില വർഷങ്ങൾ ഒരു 50-60 വർഷക്കാലം മാത്രമാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആ ജീവിതകാലം സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലമെങ്കിലും നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ ദുനിയാവ് മുഴുവൻ നേടിയെടുക്കുന്നതിനേക്കാൾ ഖൈറതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, ആ സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന കർമ്മങ്ങളുണ്ട്, ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചിലത് എണ്ണി സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന്, തഖ്വയുള്ളവരാവുക എന്നുള്ളതാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ തഖ്വ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ സജ്ജമാകുക എന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതിശക്തമായ മഴ പെയ്യുമ്പോൾ ചളിയും ചേറുമൊക്കെ നിറഞ്ഞുകൊണ്ടുള്ള വഴികളിലൂടെ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്ക് അഴുക്കുകൾ പറ്റാതിരിക്കാൻ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മൾ അതിലൂടെ നടന്നു നീങ്ങുമ്പോൾ, അതുപോലെ സൂക്ഷ്മതയോടുകൂടി ഈ ലോകത്ത് നിന്റെ ജീവിതം നീ മുന്നോട്ട് നയിക്കണമെന്നുള്ളതാണ് നമ്മൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നീ ജീവിക്കുകയാണ് എങ്കിൽ നിനക്ക് പകരം അല്ലാഹു സ്വർഗമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. തിൽക്കൽ ജന്നത്തുല്ലതി നൂരിതു മിൻ ഇബാദിനാ മൻ കാന തഖിയ. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 63-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശപ്പെടുന്ന സ്വർഗം അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിശ്വാസികൾക്ക്, മുത്തഖീങ്ങൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്കുള്ള അവകാശമാണ്, അവരുടെ അനന്തരമാണ് സ്വർഗമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, ആ മുത്തഖീങ്ങൾക്കാണ് സ്വർഗമെങ്കിൽ ആ മുത്തഖീങ്ങൾ അവർ ഫീ മഖാമിൻ അമീൻ, നിർഭയത്വത്തിന്റെ ഒരു സ്ഥാനത്തായിരിക്കും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നിർഭയത്വത്തോടുകൂടി, പേടിയില്ലാതെ സ്വസ്ഥമായി ശാന്തിയോടുകൂടി അവന് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗത്തോപ്പുകളും അരുവികളും അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും അതേപോലെ തന്നെ പരസ്യ ജീവിതത്തിലും നമ്മൾ ആരുമായി ഇടപഴകുന്നുണ്ടോ അവിടെയൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം പകരം നൽകുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അൻ അക്തരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന ഖാല അത്തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, മനുഷ്യരിൽ പിന്നെ അധികം ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കലാണ്. ഞാൻ എന്തു ചെയ്താലും, ഞാൻ എന്തു പ്രവർത്തിച്ചാലും, ഞാൻ എവിടെയാണെങ്കിലും എന്നെ നിരീക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നീ നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കലാണ്. വഹസുനുൽ ഖുൽഖ്, അതേപോലെ തന്നെ സൽ സ്വഭാവമാണ് അത് നിന്നെ സ്വർഗത്തിൽ
സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അവിടുന്ന് അഅലൽ ജന്നയും വസതുൽ ജന്നയും അതേപോലെ തന്നെ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗവും വിശദീകരിക്കുമ്പോൾ അതിലൊരു വിഭാഗം, അതിലെ ഏറ്റവും ഉന്നതമായ ദറജ കിട്ടുന്നത് അഹ്സനുൽ ഖുൽഖ്, സൽ സ്വഭാവത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തഖ്വയും സ്വഭാവവും കൃത്യമായി അതിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ല രീതിയിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗമാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, മനുഷ്യരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്ന് തൻ്റെ വായയാണ്, മറ്റൊന്ന് തൻ്റെ ഗുഹ്യാവയവമാണ്. ഇത് രണ്ടും സൂക്ഷിക്കാത്തവന് നരകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. തൻ്റെ വായ കൊണ്ട് എന്താണ് സംസാരിക്കുന്നത് എന്ന ബോധ്യമില്ലാത്ത ആളുകൾ, തൻ്റെ വായ കൊണ്ട് മറ്റുള്ളവനെ അടിച്ചാക്ഷേപിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ തൻ്റെ ഗുഹ്യാവയവം അത് എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തഖീങ്ങൾ അവരവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. വിശ്വാസികളുടെ ഗുണങ്ങൾ സൂറത്ത് മുഅ്മിനൂനിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുമ്പോൾ അതിലൊരു ഗുണമായി പഠിപ്പിച്ചു തരുന്നതും അതുതന്നെയാണ്. അങ്ങനെ കൃത്യമായി പാലിക്കാതെ, അതിൽ സൂക്ഷ്മത കാണിക്കാതെ, പിന്നെ വ്യഭിചാരത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും അതേപോലെ തന്നെ ലൈംഗിക അരാജകത്വത്തിൻ്റെയും വഴികളിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം ഒരുക്കി വെച്ചിട്ടുള്ളത് നരകമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ തഖ്വയുള്ളവരാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുക. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായി നേരിടുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് സാമൂഹികപരമായി നേരിടുന്ന വെല്ലുവിളികളും പരീക്ഷണങ്ങളും ഉണ്ടാകും. മുസ്ലിമീങ്ങളെ അവിടുന്ന് നോക്കിക്കൊണ്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ഇതൊക്കെ ഈ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുമെന്നുള്ളതാണ്. അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറ 214-ാമത്തെ ആയത്താണ്. നോക്കൂ നിങ്ങൾ, അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകൾ അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മസ്സതുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ്. നിങ്ങൾ മുൻഗാമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിറപ്പിച്ചിട്ടുണ്ട്, വിശ്വാസികളെ വിറപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരും അവരിൽ വിശ്വസിച്ചവരും ചോദിച്ചു പോയിട്ടുണ്ട്, മതാ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം എപ്പോഴാ ഉണ്ടാകുക? അത്രമാത്രം പേടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അല അറിയുക, ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അത് അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് വിജയം എന്നുള്ളത് അത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. പരീക്ഷണത്തിൻ്റെ തീച്ചൂളകളിലൂടെ കടന്നുപോയാലും ശരി, അവസാനത്തെ വിജയം എന്നുള്ളത് അത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫറാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ പലതുണ്ടാകും. എന്താ നമുക്ക് മാത്രം ഇങ്ങനെ, എന്താ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ആളുകളായി ചാപ്പ കുത്തുന്നത്? അതേപോലെ തന്നെ മുസ്ലിം എന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നത്? എൻ്റെ ശരീരം കണ്ട്, എൻ്റെ വസ്ത്രധാരണ കണ്ട്, അതേപോലെ തന്നെ എൻ്റെ മുഖം കണ്ട്, അതിൽ നീണ്ടിരിക്കുന്ന താടി കണ്ട് എന്നെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിന് എന്നുള്ള ആശങ്കയല്ല പ്രിയമുള്ളവരെ ഉണ്ടാകേണ്ടത്. ഇതുണ്ടാകുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ആ നിലക്ക് പരീക്ഷിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകളെ മുഴുവനും മക്കക്കാര് പേടിപ്പിച്ച് നിർത്തിയില്ലേ? വിറപ്പിച്ചിട്ടില്ലേ? നാട് കടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അല്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹയുടെ പീഡനത്തിന്റെ ചരിത്രം കേട്ടവരാണ് നമ്മൾ. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും അമ്മാറിൻ്റെയും
അമ്മാറിന്റെയും യാസറിന്റെയും ഒക്കെ പിന്നെ റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ പീഡനത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചെടുത്തവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ അറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. മക്കയിൽ ഉമർ എന്ന് കേൾക്കുമ്പോൾ പേടിച്ചിരുന്ന ആളുകൾ, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് നേരെ ഉണ്ടായ അക്രമങ്ങൾ അറിഞ്ഞവരും ചരിത്രം വായിച്ചവരുമാണ് നമ്മൾ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ ക്ഷമിക്കാൻ ആശങ്കകളല്ല, ഇതിൽ ഭംഗിയായി ക്ഷമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പകരം നൽകുന്നത് സ്വർഗമാണ് എന്ന ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പല നിലക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും, അതേപോലെ തന്നെ സാമ്പത്തികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ മറ്റു നിലക്കുള്ള പരീക്ഷണങ്ങൾ, കുടുംബപരമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തെ വെലിഞ്ഞു മുറുക്കി എന്ന് വരാം. അവിടെയൊക്കെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുകയാണ് വിശ്വാസി വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത് കാണാൻ കഴിയും. അൻ അബി ഉമാമ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലുല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇബ്നു ആദമ ഇൻ സബർത വഹ്തസബ്ത ഇൻദ സദമത്തിൽ ഊല. അതായത് പിന്നെ ആദം സന്തതികൾ അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിക്കുമ്പോൾ അതിൻ്റെ പ്രഥമഘട്ടത്തിലാണ് അവർ ക്ഷമ അവലംബിക്കേണ്ടത്. അങ്ങനെ പ്രഥമഘട്ടത്തിൽ ക്ഷമ അവലംബിക്കുകയാണ് എങ്കിൽ ലം അർള ലക സവാബൻ ദൂനൽ ജന്ന, നിനക്ക് പ്രതിഫലമായി സ്വർഗമല്ലാതെ ഞാനൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കുകയാണ് എങ്കിൽ അവന് സ്വർഗമല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അള്ളാഹു പറയാം. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രയാസം കണ്ട് ഒരുപാട് ബേജാറായി ടെൻഷനായി പിന്നെ പല നിലക്കും പിന്നെ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന സംസാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സംസാരിക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിൻ്റെ ഭാഗമാണ്. എനിക്ക് വരുന്ന രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പിന്നെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഖദറിൽപ്പെട്ടതാണ്. ഞാൻ അനുഭവിക്കുന്ന പിന്നെ മാനസികമായ പ്രയാസങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന ജോലി രംഗത്തെ പ്രയാസങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന കുടുംബപരമായ പ്രയാസങ്ങൾ, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് ഇതിൽ കൃത്യമായി ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. അത്വാ ഇബ്നു അബി റബാഹ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, ഞാൻ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചു തരട്ടെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. ഖുൽതു ബല, ഞാൻ പറഞ്ഞു അതെ, എനിക്ക് കാണിച്ചു തരാം. അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹിൽ ഇംറഅത്തുസ് സൗദ, ആ നിൽക്കുന്ന കറുത്ത പെണ്ണാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീ എന്ന് പ്രവാചകൻ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് ഇന്നി ഉസ്റഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ മഹദി വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അപസ്മാരം ഉണ്ട്, ആ രോഗമുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് പിന്നെ വല്ലാത്ത പ്രയാസങ്ങളുണ്ട്, എൻ്റെ ഔറത്തുകൾ വെളിവാകുന്നുണ്ട്. ഇന്നി അതകശഫു, എൻ്റെ ഔറത്തുകളൊക്കെ വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലി, എനിക്ക് പിന്നെ ശിഫ കിട്ടുന്നതിന് വേണ്ടി, എൻ്റെ രോഗം ശമിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. നോക്കൂ നിങ്ങൾ, നമ്മളൊന്ന് ആലോചിക്കും, ഇത് എപ്പോഴാണ് ഇളകുക എന്ന് പറയാൻ പറ്റില്ല. അത് റോട്ടുമെന്ന് ഇളകിയാൽ കടന്ന് പടയും. അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓരോരുത്തരും, അല്ലേ? കടന്ന് പടയും, വായിൽ നിന്ന് നുരയും പതയും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അടുക്കാൻ പോലും കഴിയില്ല, അല്ലേ? ബാക്കിയുള്ളവർക്ക് പിടിച്ചിരുത്താൻ പോലും കഴിയില്ല. അത് വല്ലാത്തൊരു ആരോഗ്യമുള്ളൊരവസ്ഥയായിരിക്കും ഏതൊരാൾക്കും ആ സമയത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അത് ഏത് സമയത്ത് എപ്പോഴത് വരിക എന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, എനിക്ക് അതൊന്ന് ശിഫ കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅ്തി സബർതി വലക്കിൽ ജന്ന, ഈ വിഷയത്തിൽ, ഈ രോഗത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ശിഅ്തി ദഅഉതുല്ലാഹ അൻ യുവാഫിയക, ഇനി അതല്ല അത് മാറാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നീ ഇതിൽ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട്, അതല്ല ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് മാറണമെന്നാണെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. സംശയലേശമന്യ മഹദി പറഞ്ഞു, ഫഖാലത്ത് അസ്ബിർ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്.
ഈ രോഗത്തിന് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഫഖാലത്ത്, അവിടുന്ന് എന്നിട്ട് ഒന്നും കൂടി സ്ത്രീ പറഞ്ഞു, ഇന്നി അതകശഫു ഫദ്ഉല്ലാഹ അല്ല അതകശഫ്. അതായത് ഈ സമയത്ത് പിന്നെ ഞാൻ പെടയുന്ന സമയത്ത് എൻ്റെ ഔറത്തുകളൊക്കെ വെളിവാകുന്നുണ്ട്. എൻ്റെ ബോധമുള്ള അവസ്ഥയിലൊന്നല്ല, ഞാൻ സ്വബോധത്തിലല്ല, ആ സമയത്ത് എൻ്റെ ഔറത്തുകൾ വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം. ഫദഅ ലഹാ, അവൾക്ക് വേണ്ടി ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, കഴിയമ്മക്ക് വല്ലാതെ പിന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗം, പകരം സ്വർഗ്ഗമുണ്ട് ഈ ക്ഷമിച്ചോ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിയോ? അതിന് ഞാൻ എത്ര ക്ഷമിക്കാനും തയ്യാറാണ്, എനിക്കൊരു പ്രയാസമില്ല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങിപ്പോരാൻ ധൈര്യമുണ്ട് നമുക്ക്? അങ്ങനെ ഇറങ്ങിപ്പോരണം എന്നല്ല ഞാൻ പറയണത്. നോക്കൂ നിങ്ങൾ, അതാണ് സ്വർഗം. ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? പകരം സ്വർഗമുണ്ട് എന്ന് കേൾക്കുമ്പോൾ ക്ഷമിക്കാൻ. രോഗമാണോ? എനിക്ക് പ്രയാസമില്ലേ, ഞാൻ ക്ഷമിച്ചോളാം. സാമ്പത്തികമായ പ്രയാസമാണോ? ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എനിക്ക് പകരം സ്വർഗമുണ്ട് എങ്കിൽ. അങ്ങനെ ജീവിതത്തിൻ്റെ ഏതു ഘട്ടങ്ങളിലും പ്രിയമുള്ളവരെ, പ്രതിസന്ധി നേരിടുന്ന ഏത് ഘട്ടങ്ങളുണ്ടോ അവിടെ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് സഹോദരിമാരോടാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീകൾ, അവർക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അവനവൻ്റെ ഇണയുടെ ഭർത്താവിൻ്റെ പ്രീതി അത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളായ സ്ത്രീകൾ അത് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, അൽ വലൂദ അൽ വദൂദ അൽ അഊദ അലാ സൗജിഹ, അതായത് കൂടുതൽ സ്നേഹിക്കുന്നവരും ഭർത്താവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാൻ. ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്ന, ഭർത്താവിൻ്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന സ്ത്രീകളാണ് സ്വർഗത്തിലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ത്രീകൾ ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, സഹാബികൾ പറഞ്ഞു, റസൂലേ പറഞ്ഞു തന്നാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു വലൂദിൻ ഇദാ ഗളബ്ത ഔ ഊസിയ ഇലൈഹ ഔ ഗളിബ സൗജഹ. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നല്ല സ്നേഹം പകരുന്നവളും അതേപോലെ തന്നെ പിന്നെ കൂടുതൽ പ്രസവിക്കുന്നവളും അതേ ഉള്ള സ്ത്രീകളാണ്. അവർ എന്തില്ല, കോപിക്കുകയില്ല. അതേപോലെ തന്നെ ഭർത്താവ് അവരോട് കോപിക്കുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ പ്രയാസപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയാണ് എങ്കിൽ ആ ഭാര്യ അന്ന് പറയും, എൻ്റെ കൈകൾ നിങ്ങളുടെ കയ്യിലാണ്, അങ്ങോട്ട് നിങ്ങളെ തൃപ്തി കിട്ടിയിട്ടേ ഞാൻ അന്ന് ഉറങ്ങുള്ളൂ എന്ന് അവൾ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവളാണ് സ്വർഗത്തിലുള്ള പെണ്ണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരുന്നു. തെറ്റിയിട്ടും പല നിലക്കുള്ള സംസാരങ്ങളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. കൂടെ കിടക്കുമ്പോൾ തെറ്റിക്കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ഫോൺ വിളിച്ച് നാട്ടിലേക്ക് വിളിച്ച് പല സംസാരങ്ങളും പറഞ്ഞ് ദേഷ്യപ്പെട്ട് തെറ്റിയിട്ട് പിന്നെ പിറ്റേ ദിവസം വിളിക്കുന്നവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ, അവിടെ അങ്ങനെ അവസാനിപ്പിക്കുന്നവരല്ല, നേരെ മറിച്ച് സ്വർഗത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞത് അവരെന്ത് ചെയ്യും, പ്രീതിപ്പെടുത്തിയിട്ട് ആ ഭർത്താവിൻ്റെ തൃപ്തി കിട്ടിയിട്ട് അന്ന് ഉറങ്ങുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഉറക്കം കിട്ടൂല. കാരണം ആ രീതിയിൽ മരണപ്പെടുകയാണെങ്കിൽ നരകാണ്. പ്രിയമുള്ളവരെ, നരകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിരുന്നുണ്ട്, അയ്യുഹംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലൽ ജന്ന. ഒരു സ്ത്രീ മരണപ്പെടുമ്പോൾ ആ സ്ത്രീയെ തൻ്റെ ഭർത്താവ് തൃപ്തിപ്പെട്ടിരുന്ന അവസ്ഥയിലാണ് ആ സ്ത്രീ മരണപ്പെടുന്നത് എങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്, അവൾ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്ത്രീകളെ, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ വിഷയത്തിൽ ഭർത്താവ് പൂർണ്ണ സംതൃപ്തനാണ് എങ്കിൽ സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നത് എന്ന് പഠിപ്പിച്ചു വരുമ്പോൾ ആ വിഷയത്തിൽ എത്ര തന്നെ ത്യാഗം സഹിച്ചാലും അവനവൻ്റെ സ്വർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലക്ക് ഇടപെടേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട 5 വക്ത് നമസ്കാരം നമസ്കരിക്കുകയും വസാമത് ശഹ്റഹ,
അതേപോലെ തന്നെ റമളാനിൽ അവൾ കൃത്യമായി നോമ്പെടുക്കുകയും വഹഫിളത് ഫർജഹ, അവൾ അവരുടെ ലൈംഗികാവയവം കൃത്യമായി കാത്തു സൂക്ഷിക്കുകയും അതാരുടെ മുന്നിലും പ്രദർശിപ്പിക്കാതെ തൻ്റെ സ്വകാര്യത തൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന പെണ്ണ്, വഅതാഅത് സൗജഹ, തൻ്റെ ഇണ തൻ്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്ന പെണ്ണ്, ഖീല ലഹ, അവളോട് പറയപ്പെടുന്ന ആളെ പരലോകത്ത് ഇദ്ഖുലി അൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. അവിടെ കൊണ്ട് നിർത്തില്ല. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ. സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിൽ നീ ഏതിലൂടെ പ്രവേശിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് അതിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നു. നാളെ അവിടുന്ന് വിശ്വാസിനികളായ ഇത്തരം ക്വാളിറ്റി ഉള്ള സ്ത്രീകളോട് പറയുമെന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നു. എന്താ വേണ്ടത്? തൻ്റെ നമസ്കാരത്തിൽ യാതൊരു നിലക്കുള്ള വീഴ്ചയും വരുത്താതെ കൃത്യത പാലിക്കുക. കൊല്ലത്തിൽ വരുന്ന ആ റമളാനിലെ നോമ്പ് അതിൽ കൃത്യത പുലർത്തുക. അതേപോലെ തന്നെ തൻ്റെ ലൈംഗികാവയവങ്ങളിൽ കൃത്യമായ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുക. തൻ്റെ ഭർത്താവിനെ കൃത്യമായി അനുസരിക്കുക. അങ്ങനെയുള്ളവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫറാണ് സ്വർഗ്ഗത്തിലെ ഇഷ്ടമുള്ള ഡോറിലൂടെ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങളിൽ ഒരു നിലക്കും വീഴ്ച വരുത്താതെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 4 കാര്യം ശ്രദ്ധിക്കും, പക്ഷേ റബ്ബിനോടുള്ള ബന്ധമില്ല എങ്കിൽ പ്രിയമുള്ളവരെ കാര്യമില്ല എന്നുള്ളത് നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. 4ാമത്തെ സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യമെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്വർഗത്തിലേക്ക് എത്തിക്കൊള്ളും. അവർക്കെന്തു നന്മ ചെയ്തോ അതൊരിക്കലും നിനക്ക് പാഴാകുന്നതല്ല. നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ അതിനു വേണ്ടി സഹിക്കേണ്ടി വന്നാലും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, റഗിമ അൻഫുൻ സുമ്മ റഗിമ അൻഫുൻ സുമ്മ റഗിമ അൻഫുൻ, അതായത് മൂക്ക് മണ്ണിൽ കുത്തി വീഴട്ടെ എന്നാണ് റഗിമ അൻഫുൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു അറബിയിലുള്ള ഒരു ശാപവാക്കാണ്. നശിക്കട്ടെ നശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയാം. ഖീല മൻ യാ റസൂലല്ലാഹ്, റസൂലിനോട് ചോദിച്ചു, റസൂൽ ആരാണ് ഈ നശിക്കേണ്ട ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദറക വാലിദൈഹി ഇൻദൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ അവരിൽ ഒരാളോ 2 ആളോ തൻ്റെ കൂടെ ഉണ്ടായിട്ടും സുമ്മലം യദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ അവൻ നശിക്കട്ടെ എന്നാണ്. വാർദ്ധക്യമെത്തിയ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ വേണ്ട ആരെങ്കിലും ഒരാൾ തൻ്റെ കൂടെ ഉണ്ടായിട്ടും അവരെ പരിചരിക്കേണ്ട രൂപത്തിൽ പരിചരിക്കാത്തവന് സ്വർഗമില്ല എന്നുള്ളതാണ്. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ നശിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കേണ്ട വിഷയങ്ങൾ പറയുന്നിടത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കളുടെ വിഷയം. അതുകൊണ്ട് അത്രക്കും പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു ഒരു സഹാബി, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി കുൻതു അറദ്തുൽ ജിഹാദ മഅക അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, അഹയ്യത്തുൻ ഉമ്മുക്, നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു നഅം, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഫബർറഹ, അതുകൊണ്ട് നീ മടങ്ങണം, എന്നിട്ട് നിൻ്റെ ഉമ്മക്ക് നീ പുണ്യം ചെയ്യണമെന്ന്, അവൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ അതൈതുഹു മിനൽ ജാനിബിൽ ആഖർ, മറ്റൊരു വശത്തു കൂടി വന്നുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി കുൻതു അറദ്തുൽ ജിഹാദ മഅക അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, പരലോകം ഉദ്ദേശിച്ചുകൊണ്ടും സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ടും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ മറുപടി വീണ്ടും ആവർത്തിച്ചു. സുമ്മ അതൈതുഹു മിൻ അമാമിഹി, എന്നിട്ട് പിന്നെ ഞാൻ റസൂലിൻ്റെ മുന്നിലൂടെ ചെന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി കുൻതു അറദ്തുൽ ജിഹാദ മഅക അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, ഈ പരലോകം ഉദ്ദേശിച്ച് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞപ്പോൾ വൈഹക് അഹയ്യത്തുൻ ഉമ്മുക്, നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതു നഅം, അതെ യാ റസൂലല്ലാഹ്, റസൂലേ ജീവിച്ചിരിപ്പുണ്ട്. ഖാല വൈഹക
റിജ്ലഹ ഫതമ്മൽ ജന്ന. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരുടെ കാൽപാദത്തെ നിങ്ങൾ വിടാതെ എന്ത് ചെയ്യണം, പിന്നെ കൂടണം എന്നുള്ളതാണ്. കാരണം അവിടെയാണ് നിൻ്റെ സ്വർഗമുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് നിൻ്റെ മാതാപിതാക്കളെ പരിചരിക്കൽ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. അഞ്ചാമത്തേത്, അവസാനമത്തേത്, സൽപ്രവൃത്തിയിലായിരിക്കെ മരണപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയുക എന്നുള്ളത് പ്രിയമുള്ളവരെ സ്വർഗം നേടിത്തരുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പിന്നെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ നെഞ്ചിലേക്ക് എന്ത് ചെയ്തു, ചേർത്തു പിടിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടാണ് അവൻ പറയുന്നത് എങ്കിൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മരിക്കണ സമയത്ത് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. വമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, വേറൊരു ലക്ഷ്യമില്ല, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നീ ഒരു ദിവസം നോമ്പെടുത്താൽ ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന, അതിലൂടെ നീ മരണപ്പെടുകയാണ് എങ്കിൽ നീ സ്വർഗത്തിലാണെന്ന്. നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാളെ നമ്മൾ നോമ്പെടുക്കും. ആ നോമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട സ്വർഗം എന്ന് പറഞ്ഞത്, സ്വർഗമാണെന്ന് പറഞ്ഞത് എത്തിപ്പെടാൻ എളുപ്പമാണ് എന്നുള്ള. പക്ഷേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ദേഹേച്ഛകൾ അതികഠിനമായി നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർന്നില്ല. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും പിന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പിന്നെ സ്വതക്ക കൊടുക്കുകയും പിന്നെ അങ്ങനെ മരണപ്പെടുകയുമാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മകളിലായിരിക്കെ, നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക എന്നുള്ളത് അത് ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന നന്മകളായിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന നന്മകളായിരിക്കണം. എങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ ഇനിയും ഒരുപാട് നന്മകളുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് ചുരുങ്ങിയത് മാത്രം സൂചിപ്പിച്ചു എന്നുള്ളതുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുടങ്ങാതെ ഒരു വീഴ്ചയും വരുത്താതെ ഈ 5 കാര്യങ്ങളിലെങ്കിലും നമ്മൾ കൃത്യത പാലിച്ചുകൊണ്ട് സ്വർഗമെന്നുള്ളത് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്നും അതിനുവേണ്ടി എന്തു തന്നെ ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്നും അതിനുവേണ്ടി എത്ര തന്നെ ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ് എന്നും അതിനെന്തു ത്യജിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, കൃത്യമായി ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, അനുദിനം വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാഹുവേ, നിർഭയത്വം നൽകി അനുഗ്രഹിക്കുകയും ഈ പരീക്ഷണങ്ങളിലൂടെ സ്വർഗം പകരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله.